1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി സംസ്ഥാന സർക്കാരിന് തന്നെ അഭിമാന പദ്ധതിയായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമായത് കിഫ്ബി ഫണ്ടിലൂടെയാണ്. 371 കോടി രൂപ ചെലവിട്ടാണ് അഭിമാന പദ്ധതി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. റവന്യൂ മന്ത്രി കെ രാജന്റെ മണ്ഡലമായ ഉല്ലൂരിലാണ് സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏതൊരു ഭരണാധികാരിയുടെയും സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും വൻകിട പദ്ധതികൾ. ഒല്ലൂർ മണ്ഡലത്തിലെ സുവോളജിക്കൽ പാർക്ക് കേരളത്തിലെ തന്നെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കാണ്. രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട സുവോളജിക്കൽ പാർക്ക് എന്ന ആശയത്തോടെയാണ് തൃശൂർ പുത്തൂരിലെ 361 ഏക്കർ ഭൂമിയിൽ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാക്കിയത്. വെറുതെ അങ്ങനെ പ്രാവർത്തികമായതല്ല, അത് ഒരു നാടിന്റെ ജനപ്രതിനിധിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കൂടി കഥയുണ്ട്. കശുമാവും മുളങ്കാടുമായ ഒരു കുന്നിൻ പ്രദേശത്തെ മനോഹരമായ ഉദ്യാനസമമായ പാർക്കാക്കി മാറ്റിയതിൽ പ്രധാന പങ്കുവഹിച്ചത് ഒല്ലൂർ MLA കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ തന്നെയാണ്. കിഫ്ബി 361 കോടി രൂപയാണ് മനോഹരമായ ഈ സുവോളജിക്കൽ പാർക്ക് നിർമ്മിക്കാൻ നൽകിയത്. 300 ഏക്കറിൽ 300-ലധികം വരുന്ന മൃഗങ്ങൾ തിരുവനന്തപുരത്തു നിന്നും തൃശൂർ മൃഗശാലയിൽ നിന്നും അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ പിടികൂടുന്ന കാടുകളിൽ നിന്നുമൊക്കെ സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ എത്തിച്ചിട്ടുണ്ട്. പുത്തൂരിലെത്തി സുവോളജിക്കൽ പാർക്കിന്റെ ഗേറ്റ് കടക്കുമ്പോൾ മുതൽ അറിയാം ആസൂത്രണ മികവിന്റെ സവിശേഷത. 100 രൂപയാണ് മുതിർന്നവർക്ക് പാർക്കിൽ പ്രവേശിക്കുന്നതിനുള്ള ഫീസ്. കിഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് പ്രവേശനം സൗജന്യം. സുവോളജിക്കൽ പാർക്കിന്റെ അകത്തേക്ക് കടന്നാൽ ഏതു സമയവും KSRTC ബസ്സുണ്ട്. ബസ്സിലിരുന്ന് തുറന്ന ഉദ്യാനത്തിലെ സുരക്ഷിതമായ കൂടുകളിലുള്ള മൃഗങ്ങളെ കാണാം. പുലികളെയും കടുവയെയും കാട്ടുപോത്തിനെയും അടക്കം തൊട്ടടുത്ത് പ്രകൃതിയോടിണങ്ങി കാടിന്റെ വശ്യസൗന്ദര്യം ആസ്വദിച്ച് കാണാമെന്നതാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ പ്രത്യേകത. വിദേശത്ത് നിന്ന് മൃഗങ്ങളെ എത്തിക്കാൻ മുൻകൂറായി 4 കോടി രൂപ ഇതിനകം തന്നെ അടച്ചു കഴിഞ്ഞു. കേരളത്തിന് തന്നെ വികസനത്തിൻ്റെ ഒരു പുതിയ മുഖം ഉണ്ടാക്കുന്നതാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. 331 കോടി രൂപ കിഫ്ബിയും 45 കോടി രൂപ പ്ലാനിലും ലഭ്യമായിട്ടാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് എന്ന ആവേശകരമായിട്ടുള്ള ഈ അനുഭവത്തിലേക്ക് നമ്മൾ പോകുന്നത്. കിഫ്ബി കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ മുന്നേറ്റമായിരുന്നു. 2.5 പതിറ്റാണ്ട് കാലമായി കിഫ്ബി യഥാർത്ഥത്തിൽ രൂപം കൊണ്ടിട്ട്. പക്ഷേ 10 വർഷക്കാലം മുമ്പ് 60,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ബോർഡ് കൂടുമ്പോൾ 1,10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളിലേക്ക് കിഫ്ബിയുടെ പ്ലാൻ സൈസ് വലുതായി എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകത. വനംവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കിൽ നിലവിൽ 100-ലധികം ജീവനക്കാരുണ്ട്. തൃശൂർ മൃഗശാലയിൽ നിന്ന് മുഴുവൻ മൃഗങ്ങളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിക്കഴിഞ്ഞു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നുള്ള മൃഗങ്ങളെയും എത്തിച്ചിട്ടുണ്ട്. കൂടാതെ വനത്തിൽ നിന്ന് പിടികൂടുന്ന ക്രൗര്യ സ്വഭാവമുള്ള മൃഗങ്ങളെ ക്വാറന്റൈൻ ചെയ്ത് പിന്നീട് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും വിശാലമായ സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതലാണ് നിലവിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ എങ്കിലും വേനൽക്കാലത്തിന്റെ ചൂടുകൂടി പരിഗണിച്ച് അത് 1 മണിക്കൂർ നേരത്തെയാക്കാനും ആലോചനയുണ്ട്. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.